പുതിന കണ്ടിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്ന് കരുതണ്ട. ഒരു ഓംലെറ്റ് തയ്യാറാക്കാൻ പോവാണ്. ക്യാരറ്റ് ഓംലെറ്റ്. അതിനു വേണ്ടി ക്യാരറ്റും ബീൻസും സവാളയൊക്കെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി 3 മുട്ട എടുത്ത് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള പാനിൽ നമുക്കൊരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞ് വെച്ച ക്യാരറ്റും സവാളയും ബീൻസും പിന്നെ ഒരു പച്ചമുളകും കൂടി ചെറുതായി നുറുക്കിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേണം ഇത് വാട്ടിയെടുക്കാൻ. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബട്ടറിൽ ഓൾറെഡി ഉപ്പുണ്ടെങ്കിൽ സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അതും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം അനുസരിച്ച് വേണം ഇതിൽ ഉപ്പ് ചേർക്കാൻ. വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാനിൽ നിറയെ ആ ഒരു വെജിറ്റബിൾ അമർത്തി വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഫുള്ളായിട്ട് ഫില്ലാകുന്ന വിധത്തിൽ ആ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ ഓംലെറ്റാണിത്. ഇതിനിയൊരു മൂടി കൊണ്ട് അടച്ച് വെക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ മറിച്ചിടുകയൊന്നും വേണ്ട. നമ്മുടെ ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. വൈകുന്നേരത്തെ ചായക്കാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഈ ഒരു ഹെൽത്തി ഓംലെറ്റ് ധാരാളമാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ തക്കാളിയോ അങ്ങനെ വല്ലതും വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മിൻറ്റ് ടീയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിനാണ് പുതിന പറിച്ചെടുത്ത് വന്നിട്ടുള്ളത്. 1 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ചായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മധുരം ചേർത്താൽ മതി. ഞാൻ മധുരം ചേർത്തിട്ടില്ല. പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ചേർത്ത് കൊടുത്താൽ മതി. തേൻ ചേർക്കുമ്പോൾ ഗ്ലാസ്സിൽ തേൻ ഒഴിച്ചതിൻ്റെ മേലെ ചൂടുള്ള ചായ ഒഴിച്ചു കൊടുത്താൽ മതി. സൈനസൈറ്റിസ് അസുഖമുള്ളവർക്കൊക്കെ ഈ ഒരു മിൻറ്റ് ടീ വളരെ നല്ലതാണ്. അങ്ങനെ ഇന്നത്തെ ഈവനിങ് ടീ കഴിഞ്ഞു. വെജിറ്റബിൾ ഓംലെറ്റും മിൻറ്റ് ടീയും ആയിരുന്നു ഇന്നത്തെ ചായക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.